എടാ നീ ഏത് ചാമ്പ്യനായിരുന്നടാ? ഇവൻ പാവം, അവൻ വിജൃംഭിച്ചു പോയി. എന്താ പേര്? ജോസൂട്ടി പറടാ. അല്ല, നീ ഏത് ചാമ്പ്യനായിരുന്നു? ഫെൻസിങ്. അതെ, മറ്റേ നമ്മുടെ ഫെൻസിങ്ങിന്റെ നാഷണൽ അല്ലേ? നാഷണൽ കളിച്ചിട്ടില്ലടാ നീ? നീ അറിഞ്ഞാ ഞാൻ പെട്ടു. നാഷണൽ കളിച്ച നമ്മുടെ കാസർഗോഡിന്റെ താരമാണ് ആര്? ജോസൂട്ടി. അപ്പൊ ഫെൻസിങ്ങിന്റെ നാഷണൽ പ്ലെയർ ആണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത്. ഹലോ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പയ്യന്മാരുമായിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. അല്ലേ, ഇവിടെ കിരണുണ്ട്, ജോസൂട്ടി ഉണ്ട്. അപ്പം എവിടോട്ടാണ് ഇന്ന് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാം, അത് സർപ്രൈസാണ്. കിരണ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? അപ്പം ഞങ്ങളിന്ന് പോകുന്നത് ഡിസൈഡ് ചെയ്തിട്ട് എന്തായാലും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളോട് വിനു കൂടെ എന്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനുവിനെ നമുക്ക് സിറ്റിയിൽ നിന്ന് എടുക്കണം. അപ്പോൾ സിറ്റിയിലോട്ട് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിനുവിനെ ഞങ്ങൾ കണ്ടുപിടിക്കണം. എല്ലാം രാവിലെ 8 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പം സമയം 11 മണിയായി. 10 മണിന്നാണ് ജോസൂട്ടി അവകാശപ്പെടുന്നത്. പക്ഷേ ആ കിരൺ അറിയാമെന്നാണ് കിരൺ പറയുന്നത്. കിരൺ എങ്ങോട്ടാ പോകുന്നത്? ആണല്ലേ, എന്തായാലും ആർക്കും അറിയത്തില്ല എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം. എന്തായാലും എങ്ങോട്ടെങ്കിലും പോകും നമ്മൾ. വിനു ഒരു ഹായ് എന്ന്. അപ്പോൾ വിനുവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിനു നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊണോളി സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം അവിടുന്ന് നമുക്ക് ഡാർട്ട് പിടിക്കേണ്ടതുണ്ട്. അപ്പം കൊണോളി സ്റ്റേഷനിൽ നിന്ന് ആണ് നമുക്ക് ഡാർട്ട് ഇടുന്നത്. അപ്പോൾ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ കൊണോളി സ്റ്റേഷൻ വരെ വന്നിട്ട് അവിടുന്ന് ഡാർട്ട് പിടിച്ചിട്ടാണ് നമ്മളിന്ന് പോകുന്ന സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് കൊണോളി സ്റ്റേഷൻ്റെ എൻട്രൻസ്.
പോയല്ലേ? പോയതാ, അത് പോയതാ, ഇവിടെ നിർത്തിയതാ. ആ അപ്പം നമ്മൾ വന്നപ്പോഴത്തേന് നമുക്ക് പോകേണ്ട ട്രെയിൻ അല്ലെങ്കിൽ ആ ഡാർട്ട് പോയി. ഇനി നമുക്ക് അടുത്ത 10 മിനിറ്റിലാണ് നമുക്ക് അടുത്ത ഡാർട്ട് ഉള്ളത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതെ. അപ്പോൾ നമ്മൾ ഡാർട്ടിൽ കയറി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മൊട്ടേ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്തോ ഒന്ന് പറയുമോ? നീ ഒന്ന് പറയൂ ജോസ്, ഒന്ന് പറയടാ. ഏത് സ്ഥലമാടാ? ഏതാ? വിക്കോബാത്ത് അല്ലേ? ആ, അപ്പം നമ്മൾ വിക്കോബാത്തിലാണ് പോകുന്നത്. വിനു കണ്ടുപിടിച്ച ഡെസ്റ്റിനേഷനാണ്. വിനു, ഇത് ഏത് സ്ഥലം? വിക്കോബാത്തിൽ എന്താ കാണാനുള്ളത്? അറ്റ്ലീസ്റ്റ് ബീച്ചാണോ? കടൽ കാണാൻ പറ്റുമോ? കടലുണ്ട്, പിന്നെ കുളിക്കാനുള്ള ഒരു സെറ്റപ്പില്ല. ഓ ശരി, ബീച്ച് ആയിട്ടില്ല. ആ പിന്നെ സേഫ് ആണല്ലേ? സേഫ് ആണ്. ഡാർട്ടിൽ ഇങ്ങനെയാണ് സീറ്റുകളും കാര്യങ്ങളും. അത്യാവശ്യം നല്ല സ്പേസാണ്. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ടാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിറ്റിയെല്ലാം കവർ ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, നമ്മുടെ സിറ്റി സെൻറ്റർ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സിറ്റി സെൻറ്റർ ഇത് നമ്മുടെ ലിഫി റിവറാണ്. ലിഫി റിവർ. അപ്പോൾ ലിഫി റിവറൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് മിസ്റ്റർ കോൾബിൻ വർക്ക് ചെയ്യുന്ന പോർട്ടാണ് ഗൈസ്. Yeah. അപ്പോൾ നമ്മളെ വിട്ടിട്ട് നമ്മളെ ട്രെയിൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ പിന്നെയും നടന്ന് പിന്നെയും നടന്ന്
എവിടോ ചെല്ലാറായി. നല്ല കുറേ വീടുകളൊക്കെ ഉണ്ട് എന്തായാലും. പിന്നെ ആ കുന്നിൻ്റെ മേളിൽ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. എഴുതിയേക്കുന്നു. Come on guys.